പല്ലവി കസറി, ചരണം നീ സ്പ്രിഞ്ചി. So Vaishnavi is back again. Thank you. Super. So the little princess is back. രാജകുമാരി, കൊച്ചു രാജകുമാരി അസ്സലായിട്ട് പാടി. തിരിച്ച് നമുക്ക് ആ വൈഷ്ണവി തന്നെ കിട്ടിയിട്ടുണ്ട്. വോയിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, എസ്പെഷ്യലി പല്ലവി. ഞാനിങ്ങനെ അലിഞ്ഞുപോയി. എന്തായിരുന്നു ചക്കര, അസലായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഓമന തിങ്കളൊക്കെ എങ്ങനെയാടാ നീ പാടിയത്? ആ എക്സ്പ്രഷൻ പാട്ടിൽ എന്തുണ്ടോ അത് ഫുള്ളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് മോള് കൊട്ടഞ്ഞിട്ട്. നമ്മുടെ മോൾ ഇങ്ങനെയൊക്കെ പാടുന്നുണ്ടല്ലോ. റിയലി 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 പ്രൗഡ് ഓഫ്. അല്ലികളിൽ അഴകലയു, ചില്ലകളിൽ കുളിരലയു, നിൻമൊഴിയിൽ മദന മധുവർഷമോ, സായം സന്ധ്യ തന്നു നിന്റെ പൊന്നാടകൾ. നന്നായിട്ട് പാടിയിടാം. ഗുഡ് ഗുഡ്. പ്രതിസ്വരമേറ്റു പാടിടും പുഴയോ പുഴയുടെ പാട്ടു മൂളിടും പൂവോ പൂവിനു കാറ്റു നൽകിടും മണമോ ഇന്ന് നീ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ അത് നന്നായേനെ എന്ന് പറയാൻ എനിക്ക് താല്പര്യപ്പെട്ടേനെ. ഒരു നീ വാരിളം ചന്ദ്രലേഖേ, ഷാജഹാൻ തീർത്തൊരേ രംഗഭൂവേ. ഒരു നീ വാരിളം ചന്ദ്രലേഖേ, ഷാജഹാൻ തീർത്തൊരേ രംഗഭൂവേ. മോളിന്ന് പാടി നന്നായിട്ട്. പല്ലവി നല്ല രസമായിട്ട് പാടി. അനുവല്ലി വന്നപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷൻസ് പോകുമ്പോഴാണ് മോക്ക് എപ്പോഴും ഒരു റിംഗോൾഫിക്കേഷൻ വരുന്നത്. കരകമലങ്ങൾ വിതറിയ മേഘം ചാർത്തും നക്ഷത്രങ്ങൾ, ആരോ പ്രിയതരമായി നിൻ മണിമുടി മൂടാൻ തേടും ഒത്താകുമ്പോൾ. ജെന്നി, പക്ഷെ പല്ലവി പാടിയത് അസാധ്യമായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല്ലവി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്വരഗംഗയിലെ പൊന്നോളങ്ങൾ പോലെ അഴകേറുന്ന ആലാപന വിരുന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വരവീതിയിൽ കുരുന്നുകൾക്ക് ധൈര്യവും പ്രചോദനവും ഏകാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, അനു ചേച്ചി, വിധുമാമൻ. സംഗീത വിരുന്നിന്റെ അഴകിന് മാറ്റേകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. സ്വപ്നവേദിയിലെ സ്വരമാധുര്യം നമ്മുടെ സ്വന്തം ദേവിക്കുട്ടി. വെൽക്കം വൈഷ്ണവി കുട്ടി ഓൺ സ്റ്റേജ്. കഷ്ട, ഈ പാവത്തിന് ഈ കോലം കെട്ടിച്ച ആരാ ഇത്? എന്തായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. മോളുടെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. അല്ലാതെയുള്ള പാട്ടുകളൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് വളരെ രസമായിരുന്നു. കലക്കി പൊരിച്ച് തിമിർത്ത് എനിക്കിനി എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ, അത്ര അടിപൊളിയായിരുന്നു. മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, അമ്മയ്ക്കൊരു പൊന്നുകൂടം, ആടിവരും മന്ത്രകൂടം, ആൽത്തറമേളം മേഞ്ഞങ്ങൾ കാഴ്ചവെക്കും. ശരിക്കും ഒരു കാവടി ആടി അവസാനിപ്പിച്ച ഒരു ഫീല് വന്നു. ആടിച്ച് പൊളിച്ചു. ഒരു ഡോൾ ഇങ്ങനെ നിന്ന് ആടി ചിരിച്ച് നല്ല സുഖമുണ്ടായിരുന്നു കാണാൻ. മോളെ എപ്പോ വന്ന് പാടുമ്പോഴും ഭയങ്കര സുഖമാണ് കാണാൻ. കുംഭം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെളിക്കൽ നിന്നവനേ,
കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കഴിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ പള്ളിത്തേരുണ്ടോ ചതുരംഗ കടമുണ്ടോ. അങ്കിൾ ഏറെ ഇഷ്ടമായി. ദേവികേ നിന്മയിൽ വസന്തം. എന്താണ് ഈ വസന്ത ചന്ദ്രികയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ഫ്രണ്ടിൽ ആരാണ്ട് കീറി കളഞ്ഞു. എനിക്കറിയാം, പട്ടി അടിച്ചതല്ലേ പുതിയ ഫാഷനാ. ചുമ്മാ. പുതിയ ഫാഷൻ അത്. ആ അതെടി. മീനു ചേച്ചി ഒരു പ്രാവശ്യം ഇട്ടത്. ആ അതാ ഞാൻ പറഞ്ഞത് പുതിയ ഫാഷനാണ്. യമുന കണ്ടിട്ടുണ്ടോ? യമു ഇന്നും എന്റെ അടുത്ത് ഇത് തന്നെയാ പറഞ്ഞത്. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് കൺട്രിയാണെന്ന് ചോദിക്കുന്നത്? അത് ഏത് കൺട്രിയിലാണ് ഈ യമു? എമ്മുവോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത് നാഷണൽ ബേർഡ് ആണ്. എടി ഇന്ത്യയുടെ നാഷണൽ ബേർഡ് എന്താണ്? കുയില്. അല്ല, പീകോക്ക് അല്ലേ? അതുപോട്ടെ മീനോട് ഞാൻ എന്റെ ഈ ചോദ്യം. വേണ്ട വേണ്ട. ആ ശരി, എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും. കോഴിക്കോടിന്റെ ക്യാപിറ്റൽ ഏതാ? ഞാൻ പറയൂല. ചുമ്മാ പറഞ്ഞു തന്നല്ലേ. ഞാൻ പുറത്തിറങ്ങി ചോദിച്ചപ്പോ എല്ലാരും ചിരിക്കുന്നു. ചുമ്മാ ചേട്ടാ, എന്റെ അടുത്ത് അവിടെ നിന്നപ്പോ പറഞ്ഞ് മാമ കോഴിക്കോടിന്റെ ക്യാപിറ്റൽ എന്റെ അടുത്ത് അച്ഛൻ ചോദിച്ചു. അത് ബാലുശ്ശേരി അല്ലേ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. മറന്നുപോയത്? ഞാൻ മറന്നുപോയിട്ടില്ല. തിരുവനന്തപുരത്തിന്റെ ക്യാപിറ്റൽ ഏതാ? അത് എന്റെ അടുത്ത് പറഞ്ഞു തന്നത് കിഴക്കേക്കോട്ടാണ്. നീയല്ലേ പറഞ്ഞത്? ഞാനല്ല. അപ്പൊ കോഴിക്കോടിന്റെ ഗവർണറുടെ പേരെന്താ? ഞാൻ പറയൂല. ഇന്ത്യയുടെയാണ്. അല്ല, കോഴിക്കോട്ടത്തെ ഗവർണറുടെ പേരെന്താ? എല്ലാരും ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഒരേ ഒരു ഗവർണറേ ഉള്ളൂ. അല്ല, കോഴിക്കോട്ടത്തെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നേരത്തെ എനിക്ക് പറഞ്ഞു തന്നില്ലേ പേര്? ആരിഫ് മുഹമ്മദ് ഖാൻ. കോഴിക്കോട്ടത്തെ അങ്കിളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. കോഴിക്കോട്ടത്തെയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കോഴിക്കോട്ടത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. കോഴിക്കോട് അദ്ദേഹം വന്നിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിനോട് ചോദിക്കും, കോഴിക്കോട്ടത്തെ ഗവർണറിന്റെ പേരെന്താ? പറഞ്ഞു കൊടുക്ക്. കൊല്ലത്തെ പറ. ശരി, കൊല്ലത്തെ നീ പറ. കൊല്ലത്തെ പറഞ്ഞാ മതി. പോട്ടെ, ഇതൊന്നും വേണ്ട. നീ താമസിക്കുന്നിടത്ത് ചോറ്റാനിക്കരയിലെങ്കിലും പറ. ചോറ്റാനിക്കര ഗവർണർ ഒന്നും വേണ്ട. ഫ്ലവേഴ്സിലെ ഗവർണർ ശ്രീകണ്ഠനാഥ് സാറാ? ഞാനിന്ന് ഫേവറേറ്റ് റൗണ്ടില് കുഞ്ഞിളം ചുണ്ടിൽ പുഞ്ചിരി കാണും. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല ശ്വാസം എടുത്ത് പാടിക്കണേ ഓരോ ഫ്രേസും. വേണം. എങ്ങനെ വേണം? എക്സ്പ്രഷൻ അങ്ങനെ എടുക്കണം. ഒരു എക്സ്പ്രഷനിൽ എടുത്തിട്ട് വേണം നമുക്ക് പാടാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണിൻ കണ്ണിക്കിനാവേ കണ്ണീരുമായ്ക്കുമീ എന്നും ചിരിക്കും പൂങ്കാറ്റ് പോലെ എന്നും കുളിർ വീശി വാ. സ്വരം പാടും. ഗാനി സനിദ പ ഗാരി സനിദ പ ഗാരി സനിദ പ രി സനിദ പ. ഓൾമോസ്റ്റ്.
ആരാണിത്? പല്ലവി കസറി, അതെ. സ്പ്രിംഗ് ക്രഞ്ചി. അത് മാറ്റി. നീ ക്രഞ്ചി. ചരണം നീ സ്പ്രിഞ്ചി. ചരണത്തിലൊരു കാറ്റ് വന്നു, അത്രേ ഉള്ളൂ. ബാക്കി ആ സംഗതി ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ആ സംഗതി ഉണ്ടല്ലോ, ഏതാണ്? ആ, correct. അത് ചരണത്തിൽ കറക്റ്റായിട്ട് വന്നു. പക്ഷെ അനുപല്ലയില് നീ ബ്ലിഞ്ചി. ബാക്കി ഇന്ന് ശ്രുതിയൊക്കെ കറക്റ്റായിരുന്നു. താങ്ക് യു സാർ. ഇന്ന് ശ്രുതിയൊക്കെ സ്രഞ്ചി. ആ, കുറെ സംഭവങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് പാടിക്കൊണ്ട്. ഇത് ചോദ്യോത്തരം വേണോ? വേണ്ട. അങ്ങനെ പറയുന്നു മോളെ. ഇത് ചില ചെറിയ ഇഞ്ചക്ഷൻ ആണെന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയും. ഈ ഇഞ്ചക്ഷൻ എടുത്തേ പറ്റും മോളെ. ആരാണ് ഇതിന്റെ പാട്ട് എഴുതിയിരിക്കുന്നത്? അതറിയില്ല. ബാക്കി എല്ലാം അറിയോ? ആരാണ് ഇതിന്റെ സംഗീതം? ശ്യാം സാറ്. അപ്പൊ ഇത് ഏത് സിനിമയിലാണ്? ഗായത്രി ദേവി എൻ്റെ അമ്മ. ആ, അപ്പൊ അതൊക്കെ അറിയാം. എഴുതിയ ആരാന്ന് മാത്രം അറിയില്ല. എഴുതിയ ആളിനെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ക്ലൂ കൊടുക്കാൻ. ആ, ക്ലൂ. ഒരു സംവിധായകനാണ് അദ്ദേഹം. MT വാസുദേവൻ. അല്ല, പ്രോമിസിന്റെ ട്രാൻസ്ലേഷൻ. സത്യനന്ദിക്കാട്. അവള് വിചാരിച്ചൊരുന്നുമല്ല കേട്ടോ. കിടുങ്ങാമണിയാണെങ്കിലും സംഭവം വെടിക്കെട്ടാണ്. ആ, ആറ്റം ബോംബാണ്. ഇപ്പൊ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. എന്താണ് ഇപ്പൊ കഴിപ്പ്? വെജിറ്റബിൾസ്. എന്ത് സാധനങ്ങളാണ് കഴിക്കുന്നത്? കറക്റ്റ്. മോളെന്ത് പറ്റി? വെജിറ്റേറിയൻ അല്ല, എഗ് കഴിക്കും. അല്ല, ഇതൊക്കെ കഴിക്കണം കേട്ടോ. പ്രോട്ടീൻ ഉള്ളതൊക്കെ കഴിക്കണം. ഇപ്പൊ ഈ പ്രായത്തിലല്ലേ പറ്റത്തുള്ളൂ. ഈ നമുക്ക് നല്ല പ്രായത്തിൽ നിറച്ച ആഹാരം കഴിക്കണം, ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ മുഴുവൻ കഴിക്കണം. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കത് കഴിക്കാൻ പറ്റില്ല. അതൊക്കെ മനസ്സിൽ വെച്ചോണം. പാട്ട് മാത്രമല്ല, പാട്ട് നന്നായിട്ട് പാടും. എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഈ ഞാൻ പറഞ്ഞ സ്പ്രിഞ്ചിയും ബ്രിഞ്ചിയും ബ്ലിങ്കിയും അതൊഴിച്ചു കഴിഞ്ഞാൽ സംഭവം നന്നായി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. സോ ദ ലിറ്റിൽ പ്രിൻസസ് ഈസ് ബാക്ക്. അതെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജകുമാരി, കൊച്ചു രാജകുമാരി അസലായിട്ട് പാടി. താങ്ക് യു സർ. ഇന്നത്തെ പാട്ടിന് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം പാടി നോക്കി. ഇല്ല. ശരി, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് നേരത്തെ 1, 2, 3 പെർഫോമൻസിൽ ഇല്ലാത്ത കോൺഫിഡൻസ് ഇന്നത്തെ പാട്ട് പാടിയപ്പോൾ കോൺഫിഡൻസ് വന്നതിന്റെ കാരണം എന്താണ്? എന്താന്ന് അറിയില്ല. പാട്ട് കുറച്ചും കൂടെ സിംപ്ലർ ആയതുകൊണ്ടാണ്. അറിയില്ല എന്താണ്. അതൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓഫ് കോഴ്സ് ചില ഭാഗങ്ങൾ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ടോട്ടാലിറ്റിയിൽ കുറച്ച് സിംപ്ലറാണ്. അപ്പോൾ എന്താണ്, നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്, അല്ലേ? അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് നമുക്ക് അറിയാതെ നമുക്ക് വന്നു ചേരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിൽ നിന്ന് എൻ്റെ മകൾ പഠിക്കേണ്ടത് അതാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആ സിംപ്ലിസിറ്റിയിൽ നിന്ന് വളർന്ന് കോംപ്ലക്സ്, ചെറിയ കോംപ്ലക്സിറ്റിയുള്ള കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കുക. അതൊന്ന് ടെസ്റ്റ്, ഓരോ ടെസ്റ്റായിരിക്കണം. അങ്ങനെ ടെസ്റ്റ് ഡോസ് കൊടുത്ത് വേണം ഇങ്ങനെ വളർന്ന് വരാൻ. ഇനി വളരാൻ ഒരുപാട് സമയമില്ല. നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ ഒരു എൻഡിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പെട്ടെന്ന് വളരണം. അപ്പോൾ ആ വളർച്ചയിൽ ഇതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു സർ. കേട്ടോ, ചില ഫസ്റ്റ് പല്ലവി വാസ് റിയലി നൈസ്. അതെ, താങ്ക് യു. ചേട്ടൻ ഇവിടുന്ന് ആഹാ എന്ന് പറയുന്നുണ്ടായിരുന്നു, എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോഴും അദ്ദേഹം ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നന്നായിരുന്നു എന്നുള്ള അർത്ഥം അതിനുണ്ട്. എനിക്കും അതേ ഫീലിൽ ഞാൻ കണ്ടപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സന്തോഷം വന്നു. പക്ഷെ അനുബലി ആയപ്പോഴത്തേക്കും ദാണ്ട് കിടക്കണം, ബ്ലിങ്കി. അപ്പൊ അത് ബ്ലിങ്കാതെ ഒന്ന് പാടും. കണ്ണിൻ കന്നിക്കിനാവേ കണ്ണീരുമായ്ക്കുമീ. ഇതിപ്പോ എങ്ങനെ? അല്ല, അത് അടുത്ത സംഗതിയാണ്. അതെ, ഇത് തന്നെ നേരത്തെ ചെറിയൊരു സ്ലിപ്പ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പൊ കറക്റ്റ് ആയിരുന്നല്ലോ. അറിയില്ല, ഒന്നും അറിയത്തില്ല. അടുത്തത് എങ്ങും ചിരിക്കും പൂങ്കാറ്റു പോലെ എങ്ങും കുളിർ വീശിവാ. സിമ്പിൾ അല്ലേ? എന്താണ്?
അതിങ്ങനെ ശ്രദ്ധിച്ച് പാടണ്ട. ആ അത്രേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ആ ഫ്രേസ് ഒന്ന് പാടിയേ. കണ്ണേ കണ്ണിൻ കണ്ണിക്കീനാവിൻ കണ്ണീരുമായ്ക്കുമീ കൊള്ളാം. എന്നും ചിരിക്കും പൂങ്കാറ്റു പോലെ എങ്ങും കുളിർ വീശിവാ. ഇത്രേ ഉള്ളു സംഭവം. ഇതിനെയാണ് ഭയങ്കര ഒരു മാലപ്പടക്കമായിട്ട് കൊണ്ട് നടന്നത്. പൊട്ടിപ്പോയി. ചരണം പാടിയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു കേട്ടോ. ആ ചരണത്തിന്റെ പോർഷൻ കൂടെ പാടി. മുത്തേ മുത്തിൻ മുത്തണിക്കൊമ്പിൽ മൂവന്തി പൂവിരിഞ്ഞു. മൂവന്തി അല്ലേ? മൂവന്തി പൂവിരിഞ്ഞു. ആ കാലം കഴിക്കും കാലൊച്ച കേൾക്കാൻ കാതോർത്ത നിൽപ്പു ഞാൻ. ആട്ടി ആ കൊടുക്കാം. സാരല്ല, അത് ഒന്ന് ഫ്രീ ആയിട്ട് പാടിയാൽ മതി കേട്ടോ. അല്ലേ ഇത്? അതെ 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 ഒരടി കൊടുക്കേണ്ടതല്ലേ. നേരത്തെ ഒന്നുമില്ല കേട്ടോ, നമ്മൾ ചിരിച്ചത് അവൾ പാടാൻ നേരത്ത് ആ കണ്ണിങ്ങനെ ആ സംഗതി വരാൻ നേരത്ത് ഒന്നുകൂടെ ഒന്ന് പാടിയേ. കണ്ണ് അവിടെ പോയില്ലെങ്കിൽ സംഗതി വരുന്നില്ല. കാതോർത്ത നിൽപ്പു ഞാൻ. പോയി. ഇത് തന്നെ നമ്മൾ നോട്ട് ചെയ്യും. എപ്പാ പാടിയാലും ആ കണ്ണ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സംഗതി അങ്ങോട്ട് പോകും. അതെ അതെ ചക്കരേ എന്തോ അടിപൊളിയായിരുന്നു, Thank you. സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. വൈഷ്ണവിക്കുട്ടിയുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അതിങ്ങനെ അഭിനയിച്ച് പാടുന്ന കുഞ്ഞീളം ചുണ്ടിൽ ആദ്യത്തെ ആ എക്സ്പ്രഷനാ. അതമ്മ പറഞ്ഞു തന്ന ട്രിക്ക്, അത് വേഗം കിട്ടാനായിട്ട്. ഓ അങ്ങനെ കഴുത്ത് ഒടിച്ച് ഒടിച്ച് കുഞ്ഞീളം ചുണ്ട് ആ എക്സ്പ്രഷനും ശരിയാണ് കേട്ടോ. അമ്മ പറഞ്ഞു തന്നെ കൊള്ളാം. അതുകൊണ്ട് എല്ലായിടത്തും കുഞ്ഞിളം ചുണ്ടിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു, കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു, മൊത്തത്തിൽ നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. സോ വൈഷ്ണവി ഈസ് ബാക്ക് അഗൈൻ. സൂപ്പറായിരുന്നു. ഡ്രസ് പോലെ തന്നെ നല്ല സുന്ദരിയായിട്ട് വന്ന് ക്യൂട്ടായിട്ട് പാടി. ചോദ്യം വല്ലതും ഉണ്ടോ? ഡോക്ടറോട് ചോദിക്കുമ്പോ സന്തോഷിക്കുന്നതും, പക്ഷേ ഈ പലചരക്ക് കടക്കാരനോട് ഷുഗർ ഉണ്ടോ അതല്ലേ? അതെ. ഈ ചോദ്യം ചോദ്യം കംപ്ലീറ്റ് ചെയ്യണം. പലചരക്കാരനോട് ചോദിക്കുമ്പോ വിഷമിക്കുന്നതും എന്താണ്? അതാണ് ഷുഗർ ഇല്ല. ഷുഗർ ഇല്ല. ചേട്ടൻ ഈ ചേച്ചി പറഞ്ഞ എന്താണെന്നറിയോ? ഷുഗർ ഇല്ല, ഷുഗർ ഉണ്ട്. അല്ല അത് ഞാൻ ഏതാന്ന് വെച്ചാൽ എടുത്തോട്ടെ. ഇല്ല അത് പറ്റില്ല. ചോദ്യം ഫുൾ കേട്ടതിന് ശേഷമേ മീനാക്ഷി ഉത്തരം പറയാം. ഉത്തരം ശരിയായില്ല. പോട്ട് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം വരുമ്പോ കുറെ ചോദ്യങ്ങളുണ്ട്. ഈ കുറെ നാളായിട്ട് തന്നെ ചോദിച്ചു. ഉറപ്പല്ലേ? എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. നമ്മുടെ മീനൂട്ടിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞ ഈ കോഴിക്കോട്ടെ ഗവർണർ ആരാണെന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് അറിയണ്ട. എനിക്ക് അനുചേച്ചി എനിക്ക് പരിചയമില്ല പുള്ളിയെ. എനിക്ക് പുള്ളിയെ പരിചയമില്ല. അനുവിനെ അറിഞ്ഞൂടാന്ന് കോഴിക്കോട്ടെ ഗവർണർ ആരാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയൊന്നുമില്ല. കോഴിക്കോട് എടി ഒരു സ്റ്റേറ്റിന് ഒരു ഒറ്റ സ്റ്റേറ്റില് ഒരു ഗവർണർ ഉണ്ട്, മനസ്സിലായല്ലേ? കോഴിക്കോട് സ്റ്റേറ്റ് അല്ലേ? അത് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ്, കേരള ഡിസ്ട്രിക്റ്റ്. അയ്യോ അല്ല ഓ സോറി, പഞ്ചായത്ത്. സോറി. ഇല്ല ഇല്ല, നിങ്ങൾ എംജെങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരുന്ന് അല്ല ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അനുവിന്റെ അടുത്ത് ചോദിക്കാം. സ്വന്തം മകളല്ലേ? അനുവിന്റെ അടുത്ത് ചോദിക്കാം. അനുചേച്ചി കോടമ്പക്കത്തെ ഗവർണർ ആരാ? അയ്യോ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നില്ലേ, സ്റ്റേറ്റിന്റെ ഗവർണറാണ്. അത് ഏരിയ എന്ന ഗവർണർ ഒന്നുമില്ല. അവിടെ കോടമ്പാക്കം ഒരു ഏരിയ ആണ് ചെന്നൈയില്. ആ ശരി, എന്നാ പോട്ടെ. ആസാം ഗവർണർ എനിക്ക് അറിഞ്ഞൂടാ. ആ അറിഞ്ഞിട്ട് എന്ത് അപ്പൊ കാര്യം? സന്തോഷമായല്ലോ. ആര് പറഞ്ഞു? നമുക്കുണ്ടല്ലോ തിരുവനന്തപുരത്ത് കൈതമുക്ക് ഗവർണറുണ്ട്, കോവളത്ത് ഗവർണറുണ്ട് അല്ലേ? അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഗവർണർ ഇപ്പൊ സംസാരിക്കും. അതെ അനുചേച്ചി. താങ്ക് യു വൈശ്യക്കുട്ടി. എന്തോ ഒരുപാട് സന്തോഷം കേട്ടോ. തിരിച്ച് നമുക്ക് ആ വൈഷ്ണവി തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന്. വോയിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, എസ്പെഷ്യലി പല്ലവി. ഞാനങ്ങനെ അലിഞ്ഞു പോയി. അങ്ങനെ വോയിസ് അത്ര സ്വീറ്റായി, ഓരോ സംഗതിയും മനോഹരമായിട്ട്, എക്സ്പ്രഷൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഈ കഴുത്ത് വെട്ടി വെട്ടി പാടിയതും മൈ ഗോഡ്. ആ സംഗതി പാടുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ചെയ്യാതെ ഒന്ന് കിട്ടാൻ ഒന്ന് ശ്രമിക്കണേ. അങ്ങനെയും കിട്ടണമല്ലേ?
അല്ലെങ്കിൽ കണ്ണ് പോയില്ലെങ്കിൽ സംഗതി വരുന്നില്ല, സംഭവം കിട്ടുന്നില്ല അല്ലേ. വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല, അവർ എല്ലാം പറഞ്ഞു കൊടുത്തു, കറക്റ്റാക്കി തന്നു. പാടി കേൾപ്പിച്ചപ്പോൾ വളരെ ഭംഗിയായിട്ട് പാടി. പക്ഷെ കുറച്ചുകൂടി കാഷ്വലായിട്ട് പാടാം, അതല്ലേ ആ സംഗതി. വളരെ ഈസിയാണല്ലേ, അതാണല്ലേ. അപ്പോൾ എന്താണ് അത്രയും ഇങ്ങനെ ടെൻഷൻ എടുത്ത് പാടുന്നത് ആ സംഗതി അല്ലേ. ഓക്കെ, ഇനി കുറച്ച് ഈസി ആയിട്ട് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ പക്ഷെ ഇനി അസലായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളോ. താങ്ക് യു മാം. ഇപ്പൊ ചക്കരക്കുട്ടിക്ക് ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു എ ഡബിൾ വോ കൊടുത്താലും. ഡബിൾ വോ ആ എന്ന് പറഞ്ഞാൽ ഡബിളിന്റെയും ട്രിപ്പിളിന്റെ ഇടയിലാണ്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും അത് ടുവേർഡ്സ് ദി ഹയർ സൈഡ് ആണ് നമ്മള്. ടുവേർഡ്സ് ദി ഹയർ സൈഡ് ആണ്. അതാണ് തീർച്ചയായിട്ടും. പിന്നെ അവർക്ക് അസലായിട്ട് കൊടുത്ത് പാടി. വിടുങ്ക തന്നെ. പിന്നെ ഓക്കെ, വൈഷ്ണവിക്കുട്ടി, നമ്മുടെ ദേവിക്കുട്ടി is going to be awarded a triple wow today. അടി ഒരു ഈരാം പൂക്കുച്ചി. Congratulations, you are awarded triple wow. താങ്ക് യു. Wow. Wow.